ക്രിയാറ്റിൻ ഉപയോഗിച്ച കൊച്ചുങ്ങളും ഉണ്ടാകത്തില്ല. ഈയിടെയായിട്ട് ആളുകൾ ഒരുപാട് യൂസ് ചെയ്യുന്നതും എനിക്ക് ഒരുപാട് സംശയങ്ങൾ വരുന്നതുമായിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് ക്രിയാറ്റിൻ. അപ്പോൾ ക്രിയാറ്റിൻ എന്താണ്, അതൊരു സപ്ലിമെന്റ് ആണോ സ്റ്റെറോയിഡ് ആണോ, ഫുൾ ഡൗട്ടും ഞാൻ ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നേരെ കാര്യത്തിലേക്ക് എടുക്കാം. ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ്. ഓക്കെ, ഇത് നമ്മുടെ ഒരു 3 അമിനോ ആസിഡ്സ്, അതായത് പ്രോട്ടീൻ, ഇത് നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മുടെ ശരീരം ഇതിനെ അമിനോ ആസിഡ്സ് ആയിട്ടാണ് വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ, പിന്നെ സെമി എസെൻഷ്യൽ, ഇങ്ങനെ 3 കാറ്റഗറി അമിനോ ആസിഡ്സ് നമുക്ക് നിർബന്ധമായും വേണമെന്നുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വേണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള 3 അമിനോ ആസിഡ്സ് ചേർന്ന് ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ് ക്രിയാറ്റിൻ. അപ്പൊ ഏതൊക്കെയാണ് ആ 3 അമിനോ ആസിഡ്സ്? അത് ഏതൊക്കെയാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, ഞാൻ അത് എഴുതിയിട്ടേക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ട് ആദ്യത്തെ ചോദ്യം, ക്രിയാറ്റിൻ ഒരു സ്റ്റെറോയിഡ് ആണോ? അല്ല. ഇതൊരു സപ്ലിമെന്റ് ആണോ? അതെ. എന്താണ് വ്യത്യാസം? സ്റ്റെറോയിഡ് എന്ന് പറയുന്നത് കെമിക്കൽ ഡ്രഗ് ആണ്. ക്രിയാറ്റിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഈ ATP എന്ന് പറയുന്നതാണ് നമ്മുടെ എനർജി മോളിക്യൂൾ. അപ്പൊ നമുക്ക് എനർജിക്ക് വേണ്ടി ഇതിന്റെ സപ്ലൈ കറക്റ്റ് ആയിട്ടുണ്ടാവണം. അപ്പം ATP എന്ന് പറയുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അതായത് അഡിനോസിൻ ഇവിടെ ഉണ്ടെന്നിരിക്കുന്നത്. ഇതിന്റെ 3 ട്രൈഫോസ്ഫേറ്റ്, 1, 2, 3, ഒരു 3 ഫോസ്ഫേറ്റ് ഉണ്ട് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ ഇതിന്റെ എനർജി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രൈഫോസ്ഫേറ്റിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റിനെ ഇളക്കിക്കളയും. അപ്പോൾ ഇവിടെ ഒരു എനർജി റിലീസ് ഉണ്ടാവും. ഓക്കെ, ഈ എനർജി വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് നമുക്ക് എനർജി തരുന്നത്. അപ്പം നമ്മൾ ക്രിയാറ്റിൻ സപ്ലിമെന്റ് ചെയ്യുമ്പോൾ, അതായത് ക്രിയാറ്റിൻ കഴിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ ക്രിയാറ്റിൻ സ്റ്റോർ ആകുന്നത് ഫോസ്ഫോ ക്രിയാറ്റിൻ എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മസിലിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്ത് ഇനി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് പെട്ടെന്ന് ഒരു എനർജി യൂസ് വരികയാണെന്നിരിക്കട്ടെ, അതായത് ഞാൻ ഓടാൻ പോവുകയാണ്. അപ്പം എൻ്റെ ഒരു കൈ വീശി വരാൻ ഒരു അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എടുക്കുമെന്നിരിക്കുന്നത്. അപ്പോൾ ഒരു അഡിനോസിൻ പോയി, ഞാൻ എന്താ കൈ വീശിട്ടു. ഇനി രണ്ടാമത് എനിക്ക് ഇങ്ങനെ കൈ വീശണമെങ്കിൽ ഒരു അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് കൂടെ. ക്രിയാറ്റിൻ്റെ ജോലി എന്താണ്? ഫോസ്ഫേറ്റ് ആവശ്യത്തിന് സപ്ലൈ ചെയ്യുക. ഓക്കെ, സപ്ലൈ. അപ്പൊ ഈ ഫോസ്ഫേറ്റ് ഇങ്ങോട്ടേക്ക് കൊടുക്കും ക്രിയാറ്റിൻ. അപ്പൊ എന്താണ് ഇവിടെ നേരത്തെ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് നിന്നിരുന്നത് വീണ്ടും അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പൊ എങ്ങനെ എനിക്ക് വീണ്ടും അടുത്ത കൈ വീശാനുള്ള എനർജി ഇവിടെ വന്നു. അപ്പൊ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പോകുന്നു വരുന്നു. അപ്പൊ കണ്ടിന്യൂസ് സപ്ലൈ ക്രിയാറ്റിൻ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്താണ്, നമുക്ക് നല്ല എനർജിയിൽ വർക്ക് ചെയ്യാൻ പോകും. കാരണം എന്താണ്, നമുക്ക് ഓൾറെഡി എനർജി സോഴ്സ് അവിടെ ഉണ്ട്. ഇതാണ് ക്രിയാറ്റിന്റെ ഒരു ജോലി. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനർജി തരും. അപ്പൊ കൂടുതൽ എനർജി ഉള്ള ആള് എന്തുകൊണ്ടും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ എനർജി ഉള്ള ആള് എന്തുകൊണ്ടും നന്നായി വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ക്രിയാറ്റിൻ സപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം മോർ എനർജി. പിന്നെ നമ്മുടെ ബ്രെയിനും നെർവ്സും തമ്മിലുള്ള കണക്ഷൻ കൂടും. ക്രിയാറ്റിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് യു ഗെറ്റ് ബെറ്റർ ബ്രെയിൻ മസിൽ കണക്ഷൻ. കാരണം ബ്രെയിൻ മസിൽ കണക്ഷന്റെ ഒരു ബാരിയർ അവിടെ കുറയുകയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ നെർവ്സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ നെർവ്സ് എന്താണ്, കൂടുതൽ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. അതായത് നമുക്ക് നമ്മുടെ ശരീരത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിൽസിന്റെ പെർസെൻറ്റേജിനൊരു അതിലൊരു ചെറിയ 1% ഡിഫറൻസ് പോലും വന്നാൽ സ്ട്രെങ്ത് ഔട്ട്പുട്ട് കൂടുതൽ വരും. അപ്പം കൂടുതൽ മസിൽസ് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടാണ് സ്ട്രെങ്ത് കൂടുന്നു. ഓക്കെ, അപ്പം കൂടുതൽ എനർജി ഉള്ള ആൾ, കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ആൾ, അയാൾ ഇനി കൂടുതൽ നന്നായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് അയാൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ബെറ്റർ പമ്പ് കിട്ടും മസിൽസ് വർക്കൗട്ട് ചെയ്യാൻ നേരത്തേക്ക്. കാരണം ബ്രെയിൻ മസിൽ കണക്ഷൻ കൂടുതലാണല്ലോ. സോ നമുക്ക് ഒരു അഡീഷൻ ബെറ്റർ പമ്പ്
കാർബോഹൈഡ്രേറ്റിനെ പോലെ തന്നെ ക്രിയാറ്റിനും നമ്മുടെ മസിൽസിൻ്റെ ഉള്ളിലേക്ക് ഇൻട്രാമസ്കുലർ വാട്ടർ കൂടുതൽ വലിച്ചെടുക്കും. സോ നമ്മുടെ മസിൽ എന്ന് പറയുമ്പോൾ ഐ തിങ്ക് അറൗണ്ട് 80% ആണെന്ന് തോന്നുന്നു, ഒന്ന് ചെക്ക് ചെയ്യണം എനിക്ക്. 80% നമുക്ക് വാട്ടറാണ്. ഓക്കെ, അതിൽ 16% മാത്രം ഏതാണ്ടാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബാക്കി ഒരു 4% നമ്മുടെ ഫാറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, സോ ഈ 80% വാട്ടർ നിൽക്കുന്ന സാധനത്തിൽ വീണ്ടും വെള്ളം കയറുമ്പോൾ എന്ത് പറ്റും? ഇതിൻ്റെ സൈസ് കൂടും. സോ ബേസിക്കലി അവിടെ ഹൈപ്പോട്രഫി സംഭവിക്കും. അപ്പോൾ ഈ ഇൻട്രാമസ്കുലർ വാട്ടർ അത് മോശമാണെന്നല്ല, മസിൽസ് നമുക്ക് പമ്പായി നിൽക്കണമെങ്കിൽ മസിലിൻ്റെ ഉള്ളിലും വെള്ളം വേണം. നമ്മളൊരു ബോഡി ബിൽഡിംഗ് ഷോയിന് പോകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ നോക്കുന്ന മസിലിൻ്റെ ഉള്ളിലല്ല, നമ്മുടെ മസിലും തൊലിയുടെ ഇടയിലുള്ള വാട്ടറാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. സോ ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ ബെറ്റർ പമ്പ്, ബിഗർ മസിൽസ് എന്ന് വെച്ചാൽ ഹൈപ്പോട്രഫി, മസിലിൻ്റെ സൈസ് കൂടും. അപ്പോൾ സാധാരണ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ അയാൾക്ക് പഴയതിനേക്കാൾ കൂടുതൽ എനർജി ഉണ്ടാകുന്നു, കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാകുന്നു, നല്ല പമ്പായിരിക്കുന്നു മസിൽസ്, കൂട്ടത്തിൽ സൈസും കൂടുന്നു. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഒരാളെ കാണുമ്പോൾ അയാൾക്ക് വരുന്ന മാറ്റം കണ്ടിട്ട് ഇവർ വിചാരിക്കുന്നു, ഓ എന്താ കാര്യമായിട്ട് അവൻ കുത്തുന്നുണ്ട്, നമ്മളോട് പറയണമെന്നില്ല എന്നുള്ളത്. സോ ബേസിക്കലി അതും നിങ്ങൾ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലായിരിക്കും കേട്ടോ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ഒരു പരിധി കഴിഞ്ഞ് അതിമാരകമായ വ്യത്യാസമൊന്നും നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പിന്നെ വരുന്ന ഒരു ഡൗട്ടാണ് കിഡ്നി. അതായത് ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് കിഡ്നിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ക്രിയാറ്റിൻ്റെ ഒരു ഹെൽത്ത് ഫാക്ടറായിട്ട് ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുന്നു എന്നാണ്. ശരിക്കും അത് ക്രിയാറ്റിൻ അല്ല, ക്രിയാറ്റിനിൻ, DININE എന്നുള്ളതാണ്. അതായത് നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ അറിയാൻ വേണ്ടി, അത് ഹെൽത്തി ആണോ എന്നറിയാൻ മിക്കവരും ക്രിയാറ്റിനിൻ ലെവൽസ് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ക്രിയാറ്റിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ക്രിയാറ്റിൻ പറയാം. അപ്പോൾ നിങ്ങൾ ക്രിയാറ്റിൻ സപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ക്രിയാറ്റിനിൻ ലെവൽസ് കൂട്ടിയേ കാണിക്കുകയുള്ളൂ. ഒന്നാമത്തെ കേസ്. അത് ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അതായത് ഒരു ഹെൽത്തി കിഡ്നിയുടെ ഫംഗ്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്രിയാറ്റിനിൻ അല്ല ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു റീനൽ ഫംഗ്ഷൻ ടെസ്റ്റോ മറ്റോ ആണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അതായത് ഒരു ഹെൽത്തി കിഡ്നി ആണെങ്കിൽ, നിങ്ങൾക്ക് കിഡ്നി ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ക്രിയാറ്റിൻ സപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഇതുവരെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങളുടെ കിഡ്നി ഓൾറെഡി പ്രശ്നമുള്ള ആളാണെങ്കിൽ ദയവ് ചെയ്ത് ക്രിയാറ്റിൻ യൂസ് ചെയ്യാതിരിക്കൂ എന്ന് ഞാൻ പറയുള്ളൂ. ഒരു ഹെൽത്തി കിഡ്നിയെ ഇതുവരെ ക്രിയാറ്റിൻ സപ്ലിമെന്റേഷൻ ബാധിച്ചിട്ടില്ല. അതായത് ക്രിയാറ്റിൻ കഴിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കണം നിങ്ങളുടെ കിഡ്നീസിൻ്റെയൊക്കെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്നും കേട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ഓക്കെ, കാരണം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വേറെ എന്തും കഴിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല എന്ന് എല്ലാം ഇരിക്കട്ടെ, വെള്ളം ഇല്ലാണ്ട് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങൾ വളരെ കുറവാണ്. മേ ബി മാക്സിമം ഒരാഴ്ച വരെയൊക്കെ പോകുന്നതൊക്കെ വലിയ കാര്യമാണ്, 2-3 ദിവസം എനിക്ക് തോന്നുന്നു. സോ ബേസിക്കലി വെള്ളം വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ക്രിയാറ്റിൻ യൂസ് ചെയ്യുവാണെങ്കിലും ഇല്ലെങ്കിലും സോ വെള്ളം എന്തായാലും നന്നായിട്ട് കുടിച്ചോളുക. പിന്നെ ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് വെള്ളം കൂടുതൽ കുടിക്കേണ്ട ആവശ്യമായിട്ടൊന്നുമില്ല. ഇങ്ങനൊരു ഡൗട്ട് വരാൻ തന്നെ കാരണം ഒരു പക്ഷേ ഇത് കിഡ്നിയിലൂടെ പാസ് ചെയ്യുന്നു ക്രിയാറ്റിനിൻ, ഇതൊക്കെ ആയിട്ടുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. സോ നിങ്ങൾ സാധാരണ കുടിക്കുന്ന വെള്ളം തന്നെ നിങ്ങൾ കുടിച്ചാൽ മതി. പക്ഷേ നിങ്ങളുടെ ഒരു ഹെൽത്തി ലെവൽ ഓഫ് വാട്ടർ നിങ്ങൾ എല്ലാ ദിവസവും കുടിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഈസി കൺവേർഷന് നിങ്ങളുടെ വെയിറ്റ് ഡിവൈഡഡ് ബൈ 25 എത്ര കിട്ടുന്നു അത്രയും ലിറ്റർ വെള്ളം നിങ്ങൾ ഡെയിലി കുടിക്കണം. പിന്നെ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റഡി നടന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ക്രിയാറ്റിൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏതൊക്കെ സപ്ലിമെൻ്റ് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ക്രിയാറ്റിൻ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ക്രിയാറ്റിൻ്റെ ഡോസേജ് എങ്ങനെയാണ്? സോ ബേസിക്കലി ക്രിയാറ്റിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോസ്ഫോ ക്രിയാറ്റിൻ്റെ റിസർവ് ഉണ്ടാകണം നമ്മുടെ ശരീരത്തിൽ. അതായത് ചോദിക്കുമ്പോൾ എടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ബോഡി ഫോസ്ഫോ ക്രിയാറ്റിൻ്റെ രീതിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ കണ്ടിന്യൂസ് സപ്ലിമെന്റേഷൻ ചെയ്യേണ്ടി വരും. അതായത് ഇപ്പം സാധാരണഗതിയിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, മോണോഹൈഡ്രേറ്റ്. അതേപോലെ ക്രിയാറ്റിൻ്റെ മോണോഹൈഡ്രേറ്റ് ഉണ്ട്, പുതിയതായിട്ട് ഇറങ്ങിയ നൈട്രേറ്റ് ഉണ്ട്, പിന്നെ ഏതാണ് ഹൈഡ്രോക്ലോറൈഡ് ഉണ്ട്, HCl. ഓക്കെ, അപ്പോൾ ഇത് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്നത്. പിന്നെ നൈട്രേറ്റ് ലേറ്റസ്റ്റ് ആണ്, അതിൻ്റെ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റഡി നടന്നിട്ടുള്ളത് മോണോഹൈഡ്രേറ്റ്. പിന്നെ
HCl ഹൈഡ്രോക്ലോറൈഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതും ഹൈഡ്രോക്ലോറൈഡും കൂടെ ആയിട്ട് മിക്സ് ചെയ്തതാണ് ഫോർ ബെറ്റർ അബ്സോർപ്ഷൻ. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പമ്പ് ആയാലും ഏറ്റവും ബെസ്റ്റ് എന്താ പറയുന്ന മസിൽ വോളിയമൈസേഷൻ എല്ലാം തരുന്നത് HCl തന്നെയാണ് യൂസ് ചെയ്തിട്ട്. മോണോഹൈഡ്രേറ്റ് ചെയ്തിട്ട് വന്നിട്ടില്ല എന്നല്ല, ബട്ട് ഇറ്റ് ഗിവ്സ് യു ബെറ്റർ റിസൾട്ട്സ്. അപ്പോൾ നിങ്ങളൊരു കോമ്പറ്റീഷൻ എന്തെങ്കിലും തയ്യാറെടുക്കുകയാണെങ്കിൽ ഐ വുഡ് സേ യൂസ് HCl. അല്ല നിങ്ങൾ നോർമൽ യൂസേജ് ആണെങ്കിൽ വെറുതെ അത്രയും പൈസ കളയേണ്ട ആവശ്യമില്ല, മോണോഹൈഡ്രേറ്റ് തന്നെ മതിയാവും. സാധാരണഗതിയിൽ മോണോഹൈഡ്രേറ്റ് ആണെങ്കിൽ 5 ഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. HCl ആണെങ്കിൽ 2 ഗ്രാം മതിയാവും. ഓക്കെ, ഇതിൽ ഒരു ലോഡിംഗ് പ്രോട്ടോകോൾ എന്നത്, അതായത് ആദ്യം നിങ്ങൾ ക്രിയാറ്റിൻ ഒരൽപ്പം സാധാരണ ആവശ്യമുള്ള കൂടുതൽ ക്രിയാറ്റിൻ നിങ്ങൾ കഴിക്കും. അതായത് 5 ഗ്രാമിൻ്റെ അടുത്ത് ചിലപ്പോൾ 10 ഗ്രാമോ 20 ഗ്രാമോ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ കൂടുതൽ കഴിക്കും. അതിന് ഈ ലോഡിംഗ് പ്രോട്ടോകോൾ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ആഴ്ചയ്ക്ക് ശേഷം ഒരു 5 ഗ്രാം വീതം സെയിം ആയിട്ട് പോകും. ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് ക്രിയാറ്റിൻ്റെ ഒരു സാച്ചുറേഷൻ കിട്ടാൻ, അതായത് ആ സ്റ്റോറിങ് കിട്ടാൻ ചിലപ്പോൾ ഒരു 2-3 ആഴ്ച പിടിച്ചേക്കും. പക്ഷെ ഇങ്ങനെ ലോഡിംഗ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാച്ചുറേഷനിൽ എത്താൻ പറ്റും. നിങ്ങൾക്ക് കോമ്പറ്റീഷൻ അടുത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് കുറച്ച് സമയം പ്രിപ്പയർ ചെയ്യാനുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോഡിംഗ് പ്രോട്ടോകോൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോഴും സൂക്ഷിക്കുക, കാരണം എന്താ, നിങ്ങൾ ഈ ആദ്യത്തെ ഒരാഴ്ച ഉണ്ടല്ലോ വല്ലാണ്ട് ബ്ലോട്ടഡ് ആയിട്ട് കാണും. അതായത് നിങ്ങളുടെ ബോഡിയിലെല്ലാം വെള്ളം കയറിയിട്ട് വയറും എല്ലാം കൂടി അങ്ങോട്ട് വീർത്തിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരാഴ്ചയെ, അതായത് ഒരാഴ്ച കഴിഞ്ഞ കോമ്പറ്റീഷനാണ്, നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ഫോമിലാണ് ക്രിയാറ്റിൻ യൂസ് ചെയ്യാതെ തന്നെ എങ്കിൽ ദയവ് ചെയ്ത് അപ്പം കഴിവത് യൂസ് ചെയ്യാതിരിക്കുക. അപ്പം അതേപോലെ നിങ്ങൾ HCl ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇതേ കൂട്ട് 10-20 ഗ്രാം ഒന്നും യൂസ് ചെയ്യില്ല, അതായത് ഒരു 5 ഗ്രാം 8 ഗ്രാം ഒക്കെ യൂസ് ചെയ്യാവും. പിന്നെ ഇത് ഏത് സമയത്ത് കഴിക്കണം, എപ്പോൾ, അതായത് വർക്കൗട്ടിന് തൊട്ട് മുമ്പ് കഴിക്കണോ അതോ വർക്കൗട്ടിന് ശേഷം കഴിക്കുന്നതാണോ അതോ ഏത് ടൈമിലാണ് ഏറ്റവും നല്ലത് എന്നത്. അതായത് നിങ്ങൾ ഒരു ദിവസത്തെ നിങ്ങൾക്ക് എപ്പോൾ വേണേലും കഴിക്കാം. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഇത് സാച്ചുറേഷൻ ആക്കുക ബോഡിയിൽ എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നാൽ നിങ്ങൾക്ക് കഴിവതും പ്രീ വർക്കൗട്ട് യൂസ് ചെയ്യുക. ഇനി അഥവാ ഇങ്ങനെ ഒരു ടൈമിങ് വേണം എന്നുള്ളത് നോക്കണം. കാരണം അത് നിങ്ങൾ പ്രീ വർക്കൗട്ട് കഴിച്ചിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് നിങ്ങൾ വർക്കൗട്ട് കൂടെ ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കുറച്ചുകൂടെ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ പ്രീ വർക്കൗട്ട് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നിരുന്നത് നിങ്ങളുടെ ആ ഡോസേജ്, അതായത് 5 ഗ്രാമാണ് ഇരിക്കുന്നത്, അത് ഒരു 3 ഗ്രാമോ 2 ഗ്രാമോ ആയിട്ട് കുറച്ചിട്ട്, അതായത് ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പ്രീ വർക്കൗട്ട് ഒരു 3 ഗ്രാം എടുക്കുന്നു, പോസ്റ്റ് വർക്കൗട്ട് ഒരു 3 ഗ്രാം എടുക്കുന്നു. അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ടായിട്ട് എനിക്ക് കണ്ടിട്ടുള്ളത്. പിന്നെ ക്രിയാറ്റിൻ കഴിക്കുന്നതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ ഇനി ഫാർ സുപ്പീരിയർ ആണ് എന്നും കാണിക്കുന്നു. അതായത് നിങ്ങൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ സാധനമോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് ഏതെങ്കിലും, അതായത് മേ ബി റൈസ് ആവാം, എന്ത് വേണേലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ് കൂടെ ഉള്ളത് അതിൻ്റെ അബ്സോർപ്ഷൻ കൂടുതലായിട്ട് കാണിക്കും. സോ ഇതൊക്കെ കഴിച്ചിട്ട് കൊച്ചുങ്ങളുണ്ടാവില്ല, നിങ്ങളുടെ പലത് അടിച്ചു പോകും എന്ന് പറയുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇതാണ് സംഭവം. ഇറ്റ്സ് നോട്ട് എ സ്റ്റെറോയിഡ്, ഇറ്റ്സ് എ ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെൻറ്റ്. പിന്നെ ബ്ലൂട്ടിങ് ഉണ്ടാവും. പിന്നെ അൺഹെൽത്തി കിഡ്നി ആണെങ്കിൽ ദയവ് ചെയ്ത് കഴിക്കാതിരിക്കുക. ഹെൽത്തി കിഡ്നിയാണ്, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കിഡ്നിയുടെ ഫംഗ്ഷൻ അറിയാൻ കഴിയുന്നത് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് വല്ലതും നടത്തുക, ക്രിയാറ്റിൻ നോക്കിയിട്ട് ദയവ് ചെയ്ത് അതിനെ വിലയിരുത്തുക. ഇനി ഇതുകൂട്ടത്തെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. സോ താങ്ക് യു.